ഹായ് ഗൈസ്, മഴക്കാലം തുടങ്ങി, പല ഭാഗത്തും വെള്ളം കയറിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വയരക്ഷയ്ക്കെങ്കിലും നമ്മൾ നീന്തൽ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നോർത്ത് പറവൂരിലുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ സ്വിമ്മിംഗ് ക്ലാസ്സസ് ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്വിമ്മിംഗ് ക്ലാസ്സിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ഇത്തവണത്തെ വെക്കേഷൻ സ്വിമ്മിംഗ് ക്ലാസ്സിന് എന്റെ മോനെയും ചേർത്തിട്ടുണ്ട്. ഇന്നിപ്പോ 14ാമത്തെ ദിവസമാണ് കേട്ടോ. ഏകദേശം അവൻ നീന്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാം, എന്റെ മോനൊന്ന് നീന്തൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ആയിരിക്കട്ടെ നിങ്ങളുടെ ഓരോ കുട്ടികളെയും നിങ്ങൾ ഇവിടെ ഭദ്രമായി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലെ നോർത്ത് പറവൂരിലെ സ്റ്റേഷൻ ഓഫീസറാണ് നമ്മുടെ കൂടെയുള്ളത്. സാറിന്റെ പേര്? റോയ്. അപ്പോൾ പറവൂർ ഇപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ ഒത്തിരി സ്വിമ്മിംഗ് ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഈ ഇവിടെ നടത്തുന്ന സ്വിമ്മിംഗ് ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ സർ? ഇവിടെ നമ്മളെ സ്വിമ്മിംഗ് ക്ലാസ് നടത്താനും അതിനു മുമ്പായിട്ട് ഈ പൂൾ ഉണ്ടാക്കാൻ പറ്റിയൊരു സാഹചര്യത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഈ പൂൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് എറണാകുളം ജില്ലയില് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വെള്ളത്തിൽ പോയി മരിക്കുന്ന ഒരു ഏരിയയാണ് നോർത്ത് പറവൂർ. ആവറേജ് 13 പേരായിരുന്നു ഇവിടെ മരിച്ചുകൊണ്ടിരുന്നത് ഈ 2 വർഷം മുമ്പ് വരെ. അതിപ്പോ 2 വർഷമായിട്ട് അതിൽ വളരെ കുറവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഇങ്ങനെ കുട്ടികൾ കൂടുതൽ മരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോ നമുക്ക് അവർക്ക് നീന്തൽ അറിയാത്തതാണ് മെയിൻ പ്രശ്നം. ഈ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിന്റെ പ്രധാന കാരണം നീന്തൽ അറിയാത്തത്. അപ്പൊ അവരെ നീന്തൽ പഠിപ്പിക്കുന്നതിന് എന്താണ് ഒരു മാർഗം നമ്മൾ അന്വേഷിച്ചപ്പോ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ പുഴകളും കുളങ്ങളും എല്ലാം ഉണ്ടെങ്കിലും എല്ലാം ഈ മലിനമായതും ആഴമേറിയതും സുരക്ഷിതമായിട്ട് നീന്തൽ പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ പരിസരത്തുള്ള പുഴകളിലൊന്നും നമ്മൾ വിചാരിച്ചാലും അത്ര സുരക്ഷിതമായിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. അതിന് പറ്റിയ സാഹചര്യം ഇല്ല നമ്മുടെ പുഴയിലൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു ചെറിയൊരു നീന്തൽ കുളം സെറ്റ് ചെയ്താല് ആ വിദ്യാർത്ഥികൾക്ക് നീന്തൽ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ആശയത്തിന്റെ പുറത്താണ് നമ്മളങ്ങനെ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണമെന്നുള്ള ആലോചന വന്നത്. അത്ര ഒരു സാഹചര്യത്തിലാണ് നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് നിർമ്മിക്കാമെന്ന് ആദ്യം വിചാരിച്ചു. അപ്പൊ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ സാമ്പത്തികമൊക്കെ വളരെ വലുതാണ്. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുമ്പോ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും വേണം. അങ്ങനെ നോക്കിയപ്പോ നല്ല എമൗണ്ട് ചെലവ് വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും ജീവനക്കാരെല്ലാരും കൂടി ചേർന്ന് സഹകരിച്ച് എല്ലാരും സ്വന്തം കയ്യിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ടാണ് ഇത് റെഡിയാക്കിയത്. ഏകദേശം ഒരു 14 ലക്ഷം രൂപയോളം ഇപ്പോ ഇതിന് ചെലവ് വന്നിട്ടുണ്ട്. ചെലവ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ചെലവൊന്നും പോരാ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ. ഇതിന്റെ വർക്ക് ഞങ്ങൾ തന്നെയാണ് ചെയ്തത്. എല്ലാ പണിയും ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ എല്ലായിടത്തും. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ചെലവ് കുറച്ചുകൂടി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്. ചെലവ് കുറച്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു. പൈസ തയ്യാറെടുത്ത് വന്നപ്പോ ഞങ്ങള് KSF-ല് ചിട്ടി കയറുന്നു. ആ ചിട്ടി വിളിച്ചെടുത്തിട്ട് അതും കൊണ്ടൊക്കെയാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പോ അത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എന്നിട്ടും പൂളിൽ ടൈലിടാനുള്ള വർക്ക് ബാക്കിയായിരുന്നു. എങ്കിലും നമ്മൾ അതിന് നിന്നില്ല. അതിന് മുമ്പ് നമ്മൾ സ്വിമ്മിംഗ് ക്ലാസ് തുടങ്ങി. 2 വർഷം മുമ്പ് ഇവിടെ സ്വിമ്മിംഗ് ക്ലാസ് ആരംഭിച്ചു. ഇപ്പൊ ഏകദേശം 600 ചില പേര് ഇവിടെ 600-ന് മേലെ വിദ്യാർത്ഥികൾ നീന്തൽ പഠിച്ചു പോയിട്ടുണ്ട്. ഇതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഈ 2 വർഷമായിട്ട് മുങ്ങിമരണങ്ങൾ വളരെ കുറവാണ്. അത് ഇതുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. എങ്കിലും പക്ഷെ ഇവിടെ പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ നീന്തലിന്റെ അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങുന്നതിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാവും. നീന്തൽ പഠിക്കുന്നവർക്ക് അത് മനസ്സിലാവും. വെറുതെ പോയിട്ട് ചെറിയ നീന്തൽ അറിയാമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലിറങ്ങുന്നവർക്ക് ഇങ്ങനെ അബദ്ധം പറ്റണം. അപ്പൊ നമ്മൾ ഇവിടെ വരുമ്പോ ആ നീന്തലിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിന്റെ വെള്ളത്തിൽ വേറെ ഒരു പുഴയിൽ പോയാൽ എത്ര നേരം നമുക്ക് നീന്താൻ പറ്റും, അപ്പൊ അതൊക്കെ ഇപ്പൊ ഇവിടെ വരുമ്പോ അവർക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവര് അധികം പുഴയിൽ ഇറങ്ങില്ല. ശരിക്കും പ്രാക്ടീസ് കിട്ടിയവര് മാത്രമേ പുഴയിൽ ഇറങ്ങുള്ളൂ. ആ ഒരു ഗുണം ശരിക്കും നമുക്ക് ഇവിടെ നീന്തൽ പഠിപ്പിച്ചിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതുകൂടാതെ അവർക്ക് പ്രാക്ടീസിന് ഇവിടെ നീന്തൽ പഠിച്ചു പോയാലും ഇടയ്ക്കൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ സൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ പൂള് ടൈലിട്ടു ഈ വർഷം. ഈ വെക്കേഷന് നമ്മള് അതുകൊണ്ട് ഈ വെക്കേഷന് നീന്തൽ പഠിപ്പിക്കാൻ കുറെ വൈകി. ശരിക്കും MLA ഫണ്ടിൽ നിന്നാണ് ആ പൈസ കിട്ടിയത്. ആ പൈസ കിട്ടിയത് നമ്മള് ടൈലിട്ടു. ടൈലിട്ടിട്ട് ഈ മെയ് 13-ാം തീയതിയാണ് സ്വിമ്മിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. ശരിക്കും ആ വെക്കേഷൻ ആദ്യം തന്നെ ഏപ്രിലിൽ തന്നെ തുടങ്ങേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് തുടങ്ങാൻ കഴിയാതിരുന്നത്. മെയ് 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഇഷ്ടംപോലെ പിള്ളേരാണ് ഇവിടെ. 83 പിള്ളേര് ഈ 13-18 ദിവസം കൊണ്ട് നീന്തൽ പഠിക്കാൻ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പഠിച്ചു കഴിയാറായി. ലാസ്റ്റ് ഡേ നാളെയാണ്. അപ്പൊ നാളെ നമുക്ക് ഇത്രയും പിള്ളേര് പഠിപ്പിക്കാന്നുള്ള ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യമാണ്. അത് സമൂഹത്തിന് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയും. സാധാരണ ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാല് സമൂഹത്തിന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കുക, എന്തെങ്കിലും അപകടം ഉണ്ടാകാൻ പറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഞങ്ങൾ അതിനേക്കാൾ ഉപരി കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് അവിടെ ഇല്ലാതിരിക്കാനൊരു സാഹചര്യം കൂടി ഉണ്ടാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു ശ്രമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായി വന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും പഠിക്കാനുള്ള ഒരു അവസരം മുതിർന്നവരും പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഫയർഫോഴ്സിൽ ജോലി കിട്ടിയ ഫയർ വുമൺ ഉണ്ട്. പുതിയ കാറ്റഗറി പുതിയ 100 പേരോളം ഇപ്പൊ ഫയർഫോഴ്സ് എടുത്തിട്ടുണ്ട്. അവരൊക്കെ കുറെ പേര് 22 പേര് ഇവിടെ വന്നത് നീന്തൽ പഠിച്ചിട്ടാണ് ടെസ്റ്റ് പാസ്സായത്. അതിനകത്ത് 6 പേര് ഇപ്പൊ ജോലിക്ക് കയറി. നമ്മുടെ പറവൂർ മേഖലയിലുള്ളവരാണ് ഈ വന്ന് പഠിച്ച് ജോലിക്ക് കയറിയത്. അതൊക്കെ ഞങ്ങൾക്ക്
വളരെ സന്തോഷമുള്ള അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാമോ, ടൈമും കാര്യങ്ങളും? സാധാരണ വെക്കേഷൻ ആണെങ്കിൽ നമ്മൾ 3 ബാച്ച് അല്ലെങ്കിൽ 4 ബാച്ച് ഉണ്ടാകാറുണ്ട്. രാവിലെ 7 മണിക്ക് 8:30, വൈകിട്ട് 2 ബാച്ച്, അങ്ങനെയാണ് സാധാരണ വെക്കേഷൻ. വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ ഈ ക്ലാസ് പിള്ളേര് ഡിമാൻഡ് അനുസരിച്ചായിരിക്കും. എന്താന്ന് വെച്ചാൽ ഈ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് നീന്തൽ പഠിക്കാനായിട്ട് വലിയ സമയം കിട്ടും. ഇപ്പൊ എല്ലാവരും വിദ്യാഭ്യാസത്തിനാണല്ലോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നീന്തലിനൊക്കെ വളരെ കുറച്ച് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് വെക്കേഷൻ ആളുകൾ കൂടുതൽ വരുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ സ്കൂളിൽ പോണ പിള്ളേർക്ക് പുല്ലങ്കോട് സ്കൂളിലെ ANCC പിള്ളേരുണ്ട്. അവരൊക്കെ സ്ഥിരം വന്നിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പഠിക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ വേറെ പറയാനായിട്ടാണെങ്കിൽ നമ്മൾ നീന്തൽ മത്സരത്തിന് പോകുന്ന പിള്ളേരുണ്ട്. ആ പിള്ളേർ ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പൊ അവരൊക്കെ ഇപ്പൊ നാഷണൽ ലെവലിൽ വരെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചു അവിടെ പ്രൈസ് ഒക്കെ വിൻ ചെയ്തവരൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് പോയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഈ പൂർണ്ണ അങ്ങനെ പൊതുജനങ്ങൾക്കൊക്കെ വളരെ ഉപകാരമുണ്ട്. പിന്നെ ഈ രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 7:30-യും 8:30-യും ഒരു ബാച്ച്, പിന്നെ വൈകിട്ടത്തെ ഒരു ബാച്ച്, വൈകിട്ടത്തെ 4 മണിക്ക് ഒരു ബാച്ച്. ഇപ്പൊ വെക്കേഷൻ അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ 5 മണിക്കൊക്കെ ഇരിക്കുള്ളൂ. രാവിലെ ഒന്നും ആരും വരാൻ സാധ്യതയില്ല. ട്യൂഷനും സ്കൂളിൽ പോകണം തിരക്കണം കാരണം രാവിലെ ഉണ്ടാവില്ല. രാവിലെ പക്ഷെ അല്ലാത്തവരുണ്ട്, പ്രായമായ ആളുകളൊക്കെ നീന്തൽ പഠിക്കാൻ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. സ്കൂള് തുറന്നു കഴിഞ്ഞാലും വരാവുന്ന ആൾക്കാർക്ക് സ്കൂൾ തുറന്നാൽ സ്കൂൾ ഇവിടെ ഒരിക്കലും ഇതില്ല, റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആർക്കാണെങ്കിലും എപ്പോഴും വന്ന് പഠിക്കാം. അതിനകത്തൊന്നും ഒരു ഇതുമില്ല. പിന്നെ അതുപോലെ ഈ സ്വിമ്മിംഗ് ടെസ്റ്റിന് പോകാനുള്ളവരൊക്കെ ഇവിടെ വന്ന് പഠിക്കാൻ, അപ്പൊ അങ്ങനെയുള്ളവർക്കും വന്ന് പഠിക്കാം. ആർക്കാണെങ്കിലും വന്ന് പഠിക്കും ഇവിടെ. ഞാൻ പറയാലോ, ഇപ്പൊ ഞങ്ങളുടെ മകനും 8 വയസ്സാണ്. വന്ന് ഈ സ്വിമ്മിംഗ് ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് അങ്ങനെ ആയിട്ട് ദിവസം വന്നു. നമുക്ക് സ്വാഭാവികമായിട്ട് അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും ഇറക്കാൻ ഒരു പേടി ഉണ്ടാവും. പക്ഷെ ഇത് അവർക്ക് മാക്സിമം അതിനെ കുറിച്ചുള്ള ക്ലാസ് കൊടുത്ത് പേടിയൊക്കെ മാറ്റിയിട്ട് പൂളിലേക്ക് ഇറക്കുള്ളൂ. അതിന് ഓഫീസേഴ്സ് ഒരുപാടുണ്ട്, ചുറ്റും നിറയെ ഓഫീസേഴ്സ് ആണ് ഇതിന് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അതൊന്നും ഒട്ടും പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ സാറന്മാരായ. ഓരോ കുറ്റിനും നമ്മൾ ശ്രദ്ധിക്കണം. കുറ്റിന് അല്പം കൂടുതലുണ്ട്. പിള്ളേർക്ക് മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ഒരു പൂളാണത്. ഒരു ദിവസത്തെ പകുതി വരെ 4 അടി ആവും, പിന്നെ അത് കഴിഞ്ഞാൽ 7 അടി ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. മറ്റുള്ള പൂളുകളെ ഒക്കെ വെച്ച് നോക്കിക്കഴിയുമ്പോൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു മൈനസ് പോയിന്റും വരാൻ പാടില്ല. അപ്പൊ അതുപോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടാണ് ഇങ്ങനെ കഴിയുന്നത്. അതിന് എല്ലാ ജീവനക്കാരും ഇവിടെ സഹകരിക്കുന്നുണ്ട്. പല ജീവനക്കാരും വന്നാൽ എല്ലാവരും സഹകരിച്ചിട്ടാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് വരുമ്പോ തന്നെ കാണാൻ പറ്റും. ഡെയിലി ഞാനിങ്ങനെ മകനെ കൊണ്ടുവന്ന് വിട്ട് കഴിയുമ്പോ ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. കൂടുതൽ എല്ലാവരും ഓരോന്നിനെ നീന്താത്തവരാരാണ്, നീന്തുന്നവരാരാണ്, അവരെ എല്ലാം നോക്കി കെയർ ചെയ്താണ് കൊണ്ടുപോകുന്നത് തന്നെ. അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മോനിപ്പോ 14ാം ദിവസം ഒക്കെ ആയി. അവൻ അത്യാവശ്യം ഇപ്പൊ നന്നായിട്ട് തന്നെ നീന്തി തുടങ്ങുന്നുണ്ട്. വെള്ളത്തിനോടുള്ള പേടിയൊക്കെ ഒന്ന് മാറി കിട്ടി. ഇനിയിപ്പോ നമുക്ക് ധൈര്യമായിട്ടൊന്ന് വെള്ളം എന്താ പറയാ, വെള്ളത്തിൽ വീണാൽ പോലും ഒന്ന് എങ്ങനെയൊന്ന് സ്വയരക്ഷ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ പ്രധാനമായിട്ട്. അപ്പൊ എന്തായാലും പറവൂര് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനോട് ഒത്തിരി നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയ ആൾക്കാർക്ക് നീന്തണേന്റെ ഒരു ഐഡിയ ഒക്കെ ഒന്ന് എങ്ങനെയാണെന്നൊരു ഇത് കിട്ടിയല്ലോ. അപ്പൊ ഒത്തിരി താങ്ക്സ് സാർ, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തന്നതിനും പറവൂർ ഫയർ ആൻഡ് റെസ്ക്യൂ പറവൂർ സ്റ്റേഷനോട് ഒത്തിരി നന്ദിയുണ്ട് സാർ.